ഹലോ. അപ്പോഴേ ഇന്നലെ ശുഭദിനം ഇടാൻ പറ്റിയില്ല. ശുഭദിനം ഞാൻ വേറൊരു വീഡിയോ ആണ് ഇട്ടത്. കൊച്ചു വളർന്നു വരുന്ന ഗായകരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ കരുതി കേട്ടോ. ഇങ്ങനെയുള്ള ഗാനസന്ധ്യകൾ പോകുമ്പോഴല്ലേ നമുക്കൊക്കെ വളർന്നു വരുന്ന കലാകാരന്മാരെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇന്നലെ ഞാൻ യാത്രയിലായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ തൃപ്പൂണിത്തുറയിലാണ് നിൽക്കുന്നത്. വീണ്ടും ഒരു മകളുടെ അടുത്ത് വന്നതാണ്. ഒരാഴ്ച ഇവിടെ കാണും. പറ്റുന്നിടത്തോളം നമുക്ക് രാവിലെയുള്ള വീഡിയോ ചെയ്യുന്നു. അപ്പോഴേ നമ്മുടെ വേദനകളുണ്ടല്ലോ, ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനേ പാടില്ല. അല്ലെങ്കിൽ അത് നമുക്ക് അത്രയും അടുത്ത ആളായിരിക്കണം. അല്ലാതെ ഉള്ളവരോട് നമ്മളെ വേദനകൾ പറയാൻ പോയാലുണ്ടല്ലോ, മനുഷ്യൻ്റെ മനസ്സാണ് മാറി മറിയുന്ന എപ്പോഴാണെന്നറിയാൻ പറ്റില്ല. അത് നമുക്കെതിരെയുള്ള ആയുധമായി അവർ പ്രയോഗിക്കും. അറിയില്ലേ, നമ്മളെ വിഷമങ്ങൾ നമ്മളവരോട് പറയും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിഷമങ്ങൾ അവരോട് പറയും. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ കേൾക്കുന്നവരുടെ മനസ്സും എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. നമുക്കെതിരെ എപ്പോഴാണ് തിരിയുന്നതെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അന്നേരത്തേക്കുണ്ടല്ലോ അവർ അത് നമുക്കെതിരെയുള്ള ഒരു ആയുധമാക്കുക മാത്രമല്ല, നമ്മൾ അതിൽ നിന്ന് നമ്മളെങ്ങനെ തളർത്തി വീഴ്ത്താം എന്നുള്ളതേ അവർ നോക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ചുവട് മുന്നിലോട്ട് ചിന്തിക്കണം, ഇല്ലേ? ഓടുന്ന കാളയ്ക്ക് ഒരു മുഴം മുമ്പേ കയറെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ ആകണം നമ്മൾ. പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക. ഈ വ്യക്തിയോട് നമ്മൾ പറയണോ വേണ്ടിയോന്ന്. നല്ല നമുക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളും അല്ലെങ്കിൽ അതുപോലുള്ളവർ കാണും. എന്നിരുന്നാലും കുരങ്ങിൻ്റെ സ്വഭാവം പോലെയാണ് മനുഷ്യൻ്റെ മനസ്സ്. ആരെ എപ്പോൾ കുത്തി നോവിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഇതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നെല്ലാവരും ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിനമായിട്ട് തുടങ്ങട്ടെ. ഒപ്പം ഞാനുമുണ്ട്. എവിടെയായാലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളാണ് എൻ്റെ എല്ലാം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ശുഭദിനം നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ കാണാതെ പോകരുത്. കുറച്ച് നേരമെങ്കിലും കണ്ടിട്ട് പൊക്കോളൂ. കുഴപ്പമില്ല. കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും വരുമല്ലോ. എല്ലാവരും എല്ലാം തികഞ്ഞവരാണ്. മറ്റുള്ളവർ എടുക്കുന്നത് പോലെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ. തുറന്നു പറയുക. നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ദിവസം ഇങ്ങനെയാകട്ടെ, തുടങ്ങട്ടെ. അതുപോലെ നല്ല രീതിയിൽ അവസാനിക്കാനും നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.